യുദ്ധത്തിന് വേണ്ടി നിലകൊള്ളുന്ന അമേരിക്കയും സമാധാനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ലോക വിരുദ്ധതയുടെ സമരേണ്ടതിന്റെ ആവശ്യകതയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനത്തുടനീളം ഇതുപോലെയുള്ള യുദ്ധവിരുദ്ധ റാലിയും പ്രകടനവും അതുപോലെ തന്നെ യോഗങ്ങളും സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് CPM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന യുദ്ധവിരുദ്ധ ദിനാചരണവും യോഗവുമായിട്ടാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷനായി CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം CN സത്യനേശനെ ക്ഷണിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് അതിന്റെ ഫലമായി ഇപ്പോൾ കേരളത്തിൽ സംജാതമായിട്ടുള്ളത്. യാതൊരു ബോധവുമില്ലാത്ത യുദ്ധക്കൊതിയനാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അറിയുന്നതിന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് കെ അനിൽകുമാറിനെ, അഡ്വക്കേറ്റ് കെ അനിൽകുമാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലമാണ്. സ്വാഭാവികമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ സമരം നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കുമെല്ലാം വിദേശ സാമ്രാജ്യത്വത്തിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാതെ അന്ന് നിലനിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യചരിത്രത്തിൽ സാമ്രാജ്യത്വത്തോട് എതിർപ്പ് ഒരു കാലത്തും പ്രകടിപ്പിക്കാത്ത ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അവർ ദേശീയ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്തും സാമ്രാജ്യത്വത്തെ എതിർത്തിട്ടില്ല. കോൺഗ്രസ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോഴും അവർ പ്രതിപക്ഷത്താണ്. പക്ഷെ ആ ഘട്ടത്തിലും അവർ സാമ്രാജ്യത്വത്തെ എതിർത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ BJP അധികാരത്തിൽ വന്നപ്പോഴും അവർ സാമ്രാജ്യത്വത്തെ എതിർക്കുന്നില്ല. സ്വാതന്ത്ര്യ സമര കാലത്ത് സാമ്രാജ്യത്വ കേന്ദ്രം ബ്രിട്ടനായി. ബ്രിട്ടൻ മാത്രമല്ല, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, അതുപോലെ പോർച്ചുഗൽ. ലോക ചരിത്രത്തിൽ നിരവധി സാമ്രാജ്യത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുതലാളിത്ത വ്യവസ്ഥ ആവിർഭവിച്ച ശേഷം മുതലാളിത്ത വ്യവസ്ഥയുടെ ഭാഗമായി ലോകത്തെമ്പാടും മറ്റൊരു രാജ്യത്തിന് മേലെ ദേശരാഷ്ട്ര പ്രക്രിയയ്ക്കാണ് സാമ്രാജ്യത്വം എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടത്. പക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടി ഒരു രാജ്യം വേറൊരു രാജ്യത്തെ കീഴടക്കി വെക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന പൊതുനില വന്നു. അതോടുകൂടി ഇന്ന് പ്രത്യക്ഷ സാമ്രാജ്യത്വമല്ല ഉള്ളത്. ഇന്ന്